വയനാട്ടിലുള്ള പാവങ്ങൾ ലോകത്തോട് മീഡിയയിലൂടെ വിളിച്ചു പറയുകയാണ്. ഞങ്ങളതാ വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. തൊട്ട് മുകളിലുള്ള കുടുംബത്തെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞപ്പോ അവിടെ നിന്ന് ചെറുപ്പക്കാര് വന്നുകൊണ്ട് ഞങ്ങൾ കോടാലി വെച്ചുകൊണ്ട് വാതില് തള്ളിപ്പൊളിച്ചിട്ട് വീടിനകത്തിലേക്ക് ഇരച്ചു വരുന്ന ചെളിവെള്ളത്തിൽ നിന്ന് വാരിക്കോരി എടുത്തുകൊണ്ട് ഞങ്ങളുമായിട്ട് ഓടുകയാണ്. ഒരമ്മ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ. ഞാൻ ഓടി ഓടി മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു കാട്ടാന വന്നുകൊണ്ട് നിൽക്കുകയാണ്. ആ കാട്ടാനയുടെ മുന്നിൽ നിന്നുകൊണ്ട് സങ്കടം പറയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ നിലകൊള്ളുകയാണ്. എന്റെ വീട് പോയി, എന്റെ കുടുംബം പോയി, സർവ്വതും നഷ്ടപ്പെട്ടു പോയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടുകൂടി ആ കാട്ടാനയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് നേരം വെളുപ്പിച്ചതാകുന്ന കഥന ലോകത്തോട് മുഴുവനും വിളിച്ചു പറയുമ്പോ ഒരു ബാഗ് നീട്ടിപ്പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാനിതാ രാത്രി സമയത്ത് 4 മണിക്ക് എന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ അറിയണം, 4 മണി സമയത്ത് എന്റെ അച്ഛനും ഞാനും ഒക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് ഏലം പറിക്കാൻ ഞാൻ തോട്ടത്തിലേക്ക് ഞങ്ങൾ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. നേരം വെളുക്കുന്നതിന് മുമ്പ് പരിപൂർണമായി തോട്ടത്തിൽ പോയി കഷ്ടപ്പെട്ടിട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടുവന്ന് സ്വരൂപിച്ചു വെച്ചതാകുന്ന 6 ലക്ഷം രൂപ കാണാനില്ല, 50 പവൻ സ്വർണം കാണാനില്ല. ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്. ഇന്ന് വരെ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സർവ്വസമ്പാദ്യം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ എല്ലാ ജീവിതത്തിലുള്ളതാകുന്ന ആർഭാടങ്ങളും ഇതോടുകൂടി ഇല്ലാതായിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ കല്യാണത്തിന്റെ പുടവ ഉടുത്തുകൊണ്ട് കടന്നു വന്നതാകുന്ന ആ മനോഹരമാകുന്ന മുഹൂർത്തമാണ്. ഈ സാരി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞ് ആ കല്യാണപ്പുടവ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വിഷമം പങ്കുവച്ചത്, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഉടക്കിയില്ലേ?